നമ്പറിനെ 90 എന്ന് പറയുന്ന നമ്പറിനെ വേറൊരു രീതിയിൽ മിസ് ഇവിടെ എഴുതി നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതെങ്ങനെ കിട്ടിയെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 എന്ന് പറയുന്ന ഈ നമ്പറിനെ, 90 എന്ന് പറയുന്ന നമ്പറിനെ നമുക്കറിയാം. എങ്ങനെ എഴുതാം? 90 എന്ന് പറഞ്ഞാൽ 9 × 10 ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ 9 എന്ന് പറഞ്ഞാൽ ആരാ? ഈ 9 എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, 3 × 3 ആണ്. ശരിയല്ലേ? ഇൻറ്റു ഈ 10 എന്ന് പറയുന്ന ആരാ? 5 × 2 ആണ്. അതായത് ഏതൊരു സംഖ്യയെയും നമുക്ക് ഇതേപോലെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് ചെയ്യാം. 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 8 എന്ന് പറഞ്ഞാൽ 2 × 4 ആണ്. കഴിഞ്ഞിട്ടില്ല. ഈ 4 എന്ന് പറയുന്ന സംഖ്യ ഇനിയും നമുക്ക് 2 × 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 8 എന്ന് പറയുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? 2 × 4 എന്ന് എഴുതാം അല്ലെ? 8 എന്ന് പറഞ്ഞാൽ 2 × 4 ആണ്. ഈ 4നെ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? 2 × 2 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 8നെ എങ്ങനെ എഴുതാം? 2 × 2 × 2 എന്ന് എഴുതാം. അപ്പൊ ഏതൊരു സംഖ്യയെയും നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഘടകക്രിയ, പ്രൈം ഫാക്ടറൈസേഷൻ എന്നൊക്കെ പറയും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ തൽക്കാലം ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇത് എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു ആളാണ് ഇയാൾ. ഓക്കെ, അപ്പോൾ ഏതൊരു നമ്പറിനെയും നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനാണ് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. അപ്പോൾ ഈ വർഷമല്ല, അടുത്ത വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ വേഗം തന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഗീവ് അവേയിലൂടെ സ്മാർട്ട് വാച്ച് കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും തന്നെ ചാൻസ് മിസ് ചെയ്യരുത്, വേഗം തന്നെ ജോയിൻ ചെയ്യുക.